എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 82-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്ത് പോകാതെ എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും മുടങ്ങാതെ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നതിനോടൊപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. പഠനയാത്രയും അവസാന സെമസ്റ്ററിന് വേണ്ടിയുള്ള പഠനവും ക്യാമ്പസ് സെലക്ഷനുള്ള തയ്യാറെടുപ്പുകളും മറ്റു തിരക്കുകളും എല്ലാമായിട്ട് അനുവിന് ഒട്ടും തന്നെ സമയം കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറേ ദിവസമായി പുനരധിവാസ കേന്ദ്രത്തിൽ പോയിട്ടേയില്ല. ലീലാമ്മച്ചിയെ വല്ലപ്പോഴും മനസ്സിലോർക്കും എന്നല്ലാതെ പോയിട്ടും നേരിൽ കണ്ടിട്ടും ദിവസങ്ങൾ കുറേ ആയത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പല ദിവസങ്ങളിലും ഉറങ്ങുന്നത് 2 മണിക്കും 3 മണിക്കുമൊക്കെയാണ്. എത്ര വൈകി ഉറങ്ങിയാലും കോൺവെൻറ്റിലെ നിയമപ്രകാരം രാവിലെ തന്നെ എഴുന്നേൽക്കണം. പള്ളിയിൽ പോവുകയും വേണം. അതെല്ലാം കഴിയുമ്പോഴേക്കും പിന്നെ കിടന്നുറങ്ങാൻ സമയം കിട്ടില്ല. പലതരം പണികളായി. കോൺവെൻറ്റിലെ പണികളിലൊക്കെ അനുവും സ്നേഹയും സഹായിക്കണം. അതിൽ നിന്നും ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ മുഴുവൻ പഠനത്തിനായി മാറ്റിവെക്കും. അതിനുള്ള സമയം തന്നെ കഷ്ടിയാണ്. അതുകൊണ്ട് വേറെ എങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. അതാണ് അവൾക്ക് ലീലാമ്മച്ചിയെ കാണാൻ പോകാൻ കഴിയാതെ വന്നതിൻ്റെ യഥാർത്ഥ കാരണം. അല്ലാതെ അവൾക്ക് ആഗ്രഹമില്ലാതെ വരില്ലല്ലോ. അനുവിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺവെൻറ്റിൽ നിന്നും മിക്കവാറും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും സിസ്റ്റർമാരും ബാക്കി കുട്ടികളും കൂടി പുനരധിവാസ കേന്ദ്രത്തിൽ പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് ലീലാമ്മച്ചി സുഖമായിരിക്കുന്നു എന്ന വിവരം അനുവിന് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തു. കോൺവെൻറ്റിൽ നിന്നും പോകുന്നവർ അനുവിന് വേണ്ടി ലീലാമ്മച്ചിയെ കൂടി കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം സിസ്റ്റർ ലീലാമ്മച്ചിയെ കണ്ടപ്പോൾ അനുവിൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചു. അന്ന് പറഞ്ഞു വന്ന കൂട്ടത്തിൽ അനുവിനോടൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ചു. എന്താണ് പറഞ്ഞതെന്നോ? തനിക്ക് അവളെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. കുറേ നാളായില്ലേ കണ്ടിട്ട്. അതുകൊണ്ട് മാത്രം, കൊതി തോന്നുന്നത് കൊണ്ടാണ്. പിന്നെ എൻ്റെ സുന്ദരിക്കുട്ടിക്ക് വലിയ തിരക്കാണെങ്കിൽ അവൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുകൂടി പറഞ്ഞേക്ക്. സിസ്റ്റർ ആ വിവരം കൃത്യമായി തന്നെ അനുവിനോട് പറഞ്ഞു. പരീക്ഷയൊക്കെ കഴിഞ്ഞു പോയാൽ മതി എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 8ാം സെമസ്റ്ററിന് വേണ്ടിയുള്ള കഠിനമായ അധ്വാനത്തിൻ്റെ അവസാനം അതിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും അനുവും സ്നേഹയുമൊക്കെ ആകെ ക്ഷീണിച്ച് അവശരായി. പരീക്ഷ തീർന്ന സന്തോഷത്തിൽ അന്ന് സുഖമായി ഉറങ്ങാം എന്ന് വിചാരിച്ചാണ് വൈകുന്നേരം 2 പേരും കൂടി കോൺവെൻറ്റിലേക്ക് വന്നത്. അപ്പോൾ സിസ്റ്റർ അവരെ കാത്തു നിൽക്കുകയായിരുന്നു. നിന്നോട് അത്യാവശ്യമായി പുനരധിവാസ കേന്ദ്രം വരെ ചെല്ലാൻ അവിടുത്തെ നിന്റെ ലീലാമ്മച്ചി പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർക്ക് എന്തോ കാര്യം നിന്നോട് പറയണം പോലും. അത്യാവശ്യമായി നിന്നെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്നുകൂടി പറഞ്ഞു. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ചെല്ലാനാണ് പറഞ്ഞത്. ഇന്നിനിയിപ്പോൾ എങ്ങനെ പോകാൻ കഴിയും? ഞങ്ങൾക്കേതായാലും തനിയെ പോകാൻ പറ്റില്ല. സാധാരണ പോകുന്ന സമയമൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കൂട്ടുവരുമെങ്കിൽ എല്ലാവർക്കും കൂടി പോകാം. സിസ്റ്റർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളും ഉണ്ട്. സ്നേഹ പതുക്കെ അടുത്ത് ചെന്ന് അവളോട് ചോദിച്ചു. നീയല്ലേടി ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞത് ഇന്നെങ്കിലും സ്വസ്ഥമായി ഉറങ്ങണമെന്ന്, ചെല്ലുമ്പോഴേ കുളിച്ചു കിടക്കണം എന്ന്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമില്ലെങ്കിൽ ലീലാമ്മച്ചി ചെല്ലാൻ പറയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ വയ്യായിക കണക്കാക്കിയിട്ട് കാര്യമുണ്ടോ? അവർക്കല്ലേ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇവർ രണ്ടും തമ്മിലുള്ള ഇരിപ്പുവശം ശരിക്കും അറിയാമെന്നതുകൊണ്ട് അവൾ പിന്നീടൊന്നും പറഞ്ഞില്ല. ഇവരെ 2 പേരെയും താൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ. അനുവിന് പഠനത്തിനായി കുറേ പണം കൊടുത്തതുപോലും ലീലാമ്മച്ചിയാണ്. അതിൽ നിന്ന് കുറച്ച് തനിക്കും കൂടി അവൾ തന്നിട്ടുമുണ്ട്. താനും അതുകൊണ്ട് പോകേണ്ടതാണ്. മാത്രവുമല്ല അവളെ തനിച്ചു വിടുന്നതും ശരിയല്ല. ഏതായാലും വന്ന കാലം മുതൽ തന്നെ ഒരു ആത്മാവും 2 ശരീരവും എന്നതുപോലെ കഴിയുന്നതല്ലേ.
കുളിയും ഭക്ഷണം കഴിക്കലും കഴിഞ്ഞപ്പോഴേക്കും തൽക്കാലത്തേക്ക് ക്ഷീണമൊന്നു കുറഞ്ഞു. എന്നാലും ഉറക്കക്ഷീണം ഇപ്പോഴും ബാക്കിയാണ്. അത് ഉറങ്ങിത്തന്നെയല്ലേ തീർക്കാൻ പറ്റുകയുള്ളൂ. പോയി വന്നിട്ടുറങ്ങാം. സിസ്റ്ററുടെയും മറ്റു കുട്ടികളുടെയും കൂടെ അവരും പുനരധിവാസ കേന്ദ്രത്തിലേക്ക് പോയി. അവരവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കൂടി സന്ധ്യാപ്രാർത്ഥന തുടങ്ങാനുള്ള വട്ടങ്ങൾ ആരംഭിക്കുകയായിരുന്നു. എന്നാലും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് സിസ്റ്ററും മറ്റും വന്ന കാര്യം സാധിച്ചിട്ട് പോകട്ടെ, എന്നിട്ട് തുടങ്ങാം എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് അവർ ലീലാമ്മച്ചിയുടെ കാര്യം ചോദിച്ചത്. ലീലാമ്മ ചേട്ടത്തിക്ക് വിഷമം അല്പം കൂടുതലാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നേയില്ല. ഒരേ പിടിവാശി തന്നെ. എൻ്റെ സുന്ദരിക്കുട്ടി വരട്ടെ, എന്നിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും പിടികിട്ടുന്നില്ല. അനുവും സ്നേഹയും പരസ്പരം നോക്കി. അവർക്ക് രണ്ടുപേർക്കും മാത്രം കാര്യം പിടികിട്ടി. ആരെയാണ് സുന്ദരിക്കുട്ടിയെന്ന് ലീലാമ്മച്ചി ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. സിസ്റ്റർക്ക് ഒരു ചെറിയ സംശയം മാത്രമേ അതേപ്പറ്റി ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോൾ അമ്മച്ചിയുടെ അടുത്തുവരെ ഒന്ന് പോകാൻ കഴിയുമോ? സന്ദർശന സമയം കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അക്കാര്യത്തിലൊക്കെ നിർബന്ധം പുറമേ നിന്നുള്ള ആളുകൾക്കല്ലേ ഉള്ളൂ. നിങ്ങൾ നമ്മളുടെ സ്വന്തം ആളുകളല്ലേ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും വയ്ക്കുന്നില്ല. അനുവാദം കിട്ടിയതോടെ അനു ശീഘ്രം അങ്ങോട്ട് നടന്നു. കൂടെ വാശിക്കെന്ന പോലെ സ്നേഹയും. അവർ ചെല്ലുമ്പോൾ ഭിത്തിയുടെ വശത്തേക്ക് തിരിഞ്ഞു കിടക്കുകയാണ് ലീലാമ്മച്ചി. ആകെ ക്ഷീണിച്ചിരിക്കുന്നു. കണ്ടിട്ട് പോയിട്ട് 1-2 മാസങ്ങളേ ആയിട്ടുള്ളൂ. ഇത്രയും കാലം കൊണ്ട് ആകെ മൊത്തം മാറ്റം വന്നതുപോലെയാണല്ലോ. കണ്ടിട്ട് നല്ലോണം സങ്കടം വരുന്നുണ്ട്. അനു കട്ടിലിലിരുന്ന് കൈ അമ്മച്ചിയുടെ ദേഹത്തേക്ക് വെച്ചു. അപ്പോഴേക്കും ലീലാമ്മച്ചി തിരിഞ്ഞു കിടന്നു. അവരുടെ ഭാവം ആകെ മാറി. ക്ഷീണിച്ച ആ മുഖത്ത് സന്തോഷം കളിയാടി. എൻ്റെ സുന്ദരിക്കുട്ടി വന്നല്ലോ. നീ ആകെ ക്ഷീണിച്ചു പോയി കേട്ടോ. പരീക്ഷയുടെ തിരക്കൊക്കെ കഴിഞ്ഞു വന്നതാണോ? അതോ പരീക്ഷ എഴുതി തീർക്കാതെ തന്നെ അമ്മച്ചിയുടെ അടുത്തേക്ക് ഓടിപ്പോന്നോ? പരീക്ഷ എഴുതി തീർന്നിട്ട് വന്നാൽ മതിയായിരുന്നു. പരീക്ഷയൊക്കെ എഴുതി തീർന്നു കഴിഞ്ഞു വന്നപ്പോഴാണ് അറിയുന്നത് അമ്മച്ചിക്ക് തീരെ വയ്യാതെ കിടക്കുകയാണ് എന്ന്. വാശി പിടിച്ച് ആശുപത്രിയിൽ പോകാതെ കിടക്കുകയാണെന്ന്. എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത്? അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകണ്ടേ? നമ്മളൊക്കെ പറിച്ചു കളയാനായ കള അല്ലേ കൊച്ചേ. കാലം കഴിഞ്ഞാൽ പിന്നെ പറിച്ചു ദൂരെ കളയണം. ഉണങ്ങിക്കഴിയുമ്പോൾ കത്തിച്ചു കളയേണ്ടി വരും. അതവിടെ കിടന്ന് മണ്ണിനോടഴുകി ചേരേണ്ടതാണ്. അതിനുള്ള സമയമായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ആശുപത്രിയും അപ്പോത്തിഗരിയും ഒക്കെ? കൊച്ചു പിള്ളേർക്കാണ് സാധാരണഗതിയിൽ ആശുപത്രിയിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞ് വാശി. പ്രായമായവർക്കും അതേ വാശി തന്നെയാണ്. പ്രായം കൂടുന്തോറും കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്വഭാവമായി വരികയാണ് ചെയ്യുന്നത്. മനസ്സ് കൊച്ചു കുഞ്ഞിൻ്റേതും ശരീരം പ്രായമായ ആളുടെയും ആണ് എന്ന് മാത്രം. അമ്മച്ചി അതൊന്നും പറഞ്ഞാലൊക്കില്ല. മരിക്കേണ്ട സമയത്ത് മരിക്കണം. അതിനായി ആരും കാത്തു കിടക്കേണ്ട കാര്യമൊന്നുമില്ല. മരണം വരേണ്ട സമയത്ത് വരും. അത് ആർക്കും തടയാനും പറ്റില്ല. തടയണമെന്നാരും പറയുന്നുമില്ല. ഇന്നിപ്പോൾ ആശുപത്രിയിൽ പോകാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോകണം. അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ വന്ന് കൊണ്ടുപോകും. അന്നേരം തടസ്സം പറയാൻ നിന്നേക്കരുത്. സ്വന്തം മക്കൾക്ക് വേണ്ടാത്ത ഈ ലീലാമ്മച്ചിയുടെ അടുത്ത് ഇവളുടെ ഇപ്പോഴത്തെ സംസാരമൊക്കെ കേട്ടാൽ തോന്നുന്നത് സ്വന്തം മകളായിട്ട് തന്നെയല്ലേ. എത്ര അധികാരത്തോടു കൂടിയും അവകാശത്തോടു കൂടിയുമാണ് അവൾ തന്നോട് പറയുന്നത്. അത് കേൾക്കുമ്പോഴുള്ള സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഇത് തൻ്റെ മകൾ തന്നെ. വയറ്റിൽ പിറന്നില്ല എന്നേ ഉള്ളൂ. എൻ്റെ വയറ്റിൽ പിറന്നതായിരുന്നെങ്കിൽ എന്ന് എന്തുമാത്രം കൊതിച്ചിട്ടുണ്ട്. പക്ഷേ സാധിക്കില്ലല്ലോ. എൻ്റെ സുന്ദരിക്കുട്ടിയുടെ നിർബന്ധത്തിന് മുൻപിൽ ഞാൻ സമ്മതിച്ചു. അതുകൊണ്ടെങ്കിലും ആ കണ്ണ് നിറയാതിരിക്കുമല്ലോ. പിന്നെ ഒരു കാര്യം, ഈ ലീലാമ്മച്ചിക്ക്
എവിടെ കൊണ്ടുപോയാലും അധിക ദിവസമൊന്നും ഇനിയില്ല. അങ്ങോട്ട് പോകാറായി. നേരത്തെ പോയ കൂട്ടുകാരികളും കെട്ടിയോനുമൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഇവിടെ കിടന്ന് കരഞ്ഞേക്കരുത്. ഞാൻ അന്തരീക്ഷത്തിൽ ആത്മാവായി നിന്ന് ഇതൊക്കെ കാണും. കാണും. ആഗ്രഹമൊക്കെ കൊള്ളാം. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ലീലാമ്മച്ചി ഉടനെ എങ്ങും മരിക്കില്ല. എൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞ് പിന്നെ എനിക്കൊരു ജോലിയും കിട്ടി ആ വിവരവും കൂടി എങ്കിലും അറിഞ്ഞു കഴിഞ്ഞ് സന്തോഷിച്ചിട്ട് മാത്രമേ എൻ്റെ അമ്മച്ചിയെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ അയക്കുകയുള്ളൂ. അതിന് ദൈവത്തിന് ഞാൻ പ്രത്യേകം ഒരു അപേക്ഷ അയച്ചിട്ടുണ്ട്. പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ദൈവം നിൻ്റെ കോളേജിലാണ് പഠിക്കുന്നത് എന്ന്. എന്നാലല്ലേ എൻ്റെ സുന്ദരിക്കുട്ടി പറയുന്നത് പോലെ ദൈവം അനുസരിക്കുകയുള്ളൂ. രാവിലെ ഞാൻ ആശുപത്രിയിലേക്കേ വരികയുള്ളൂ. ഇന്ന് വല്ലാത്ത ക്ഷീണം. ഇങ്ങോട്ട് വരാനിരുന്നതല്ല. പിന്നെ അമ്മച്ചിക്ക് വയ്യ എന്ന് കേട്ടതുകൊണ്ട് മാത്രം വന്നതാ. ഇവിടത്തെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോവുകയാണ്. രാവിലെ നിർബന്ധം പിടിച്ചേക്കരുത്. ആശുപത്രിയിൽ വരണം. ഞാൻ ആശുപത്രിയിലേക്ക് വരും. അവിടെ നിന്ന് കാണുകയും വേണം. കേട്ടല്ലോ? എന്നാൽ എന്നും തരുന്നത് തന്നേക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉമ്മകളുടെ കൈമാറ്റമാണ്. കണ്ട നാൾ മുതൽ അതിനൊരു മാറ്റവുമില്ല. ഇന്നും അത് കൊടുത്തിട്ട് അവർ അവിടെ നിന്നും ഇറങ്ങി. അവൾ കണ്ണിൽ നിന്ന് മറയുവോളം ലീലാമ്മച്ചി അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇവൾ തൻ്റെ മകൾ തന്നെ അല്ലേ? ആയിരിക്കും. ഇല്ലെങ്കിൽ ഇത്രയും സ്നേഹം ഇങ്ങോട്ട് കാണുമോ? തിരിച്ചുപോയ വഴി അനുവും അങ്ങനെ തന്നെ ചിന്തിച്ചു. അത് തൻ്റെ അമ്മച്ചി തന്നെ ആയിരിക്കില്ലേ? അതായിരിക്കും. അമ്മച്ചിയോട് തനിക്ക് ഇത്രയും സ്നേഹവും അടുപ്പവും. മരിച്ചുപോയവരുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നവരിൽ വന്ന് കയറിയതാണെങ്കിലോ? തൻ്റെ അമ്മച്ചിയുടെ ആത്മാവ് ലീലാമ്മച്ചിയിലുണ്ടെങ്കിൽ പോരെ? കോൺവെൻറ്റിൽ പോയി പ്രാർത്ഥനയും കഴിഞ്ഞ് കിടന്നതേ ഓർമ്മയുള്ളൂ. അത്രയും ദിവസത്തെ ക്ഷീണത്തിന് ഒറ്റ ഉറക്കമായിരുന്നു. രാവിലെ സിസ്റ്റർ വന്ന് വാതിലിൽ തട്ടിയപ്പോഴാണ് രണ്ടുപേരും ഉറക്കം തെളിഞ്ഞത്. ഇന്നെന്താ കുർബാനയ്ക്ക് പോലും പോകാൻ രണ്ടുപേരും എഴുന്നേറ്റില്ലല്ലോ? ക്ഷീണം കൊണ്ടാണല്ലോ എന്ന് വിചാരിച്ച് വിളിക്കാതെ പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ എഴുന്നേറ്റേ പറ്റൂ. രണ്ടുപേരും എഴുന്നേറ്റ് കോട്ടുവായിട്ടുകൊണ്ട് മുടി വാരിക്കെട്ടി വാതിൽക്കലേക്ക് ചെന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് പുനരധിവാസ കേന്ദ്രം വരെ പോകണം. ഒരു അത്യാവശ്യമുണ്ട്. പെട്ടെന്ന് തയ്യാറായിക്കൂ. എൻ്റെ ദൈവമേ എന്ന് അനു അറിയാതെ വിളിച്ചുപോയി. കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കണേ. അടുത്ത പാർട്ട് നാളെ തന്നെ സാധാരണ സമയത്ത് ഉച്ചയ്ക്ക് ശേഷം 2:30 പോസ്റ്റ് ചെയ്യും. ഓക്കെ.